സിനിമ ഇറങ്ങുന്നതിന് മുന്നേ പഴയ ദിലീപേട്ടന്റെ മാനസങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കിട്ടിയോ പടത്തില്? നിങ്ങൾക്ക് കിട്ടിയോ? കിട്ടി. എനിക്ക് കിട്ടി. ഡെഫിനറ്റ്ലി എനിക്ക് കിട്ടി. ദിലീപേട്ടൻ കരയിച്ചോ, ചിരിപ്പിച്ചോ, അതോ ചിന്തിപ്പിച്ചോ? മൂന്നും ചിരിപ്പിക്കേണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ, സെക്കൻഡ് ഹാഫിൽ കരയിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും അങ്ങനെ ഒരു ടോപ്പിക്കാണല്ലോ സംസാരിക്കുന്നത്. അപ്പം അത് റൈറ്റർ പക്ക ഒരു ലൈക്ക് ആ ഒരു ലൈൻ പിടിച്ചിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല സിനിമ. ദിലീപേട്ടൻ്റെ ഒരു തിരിച്ചുവരവാണെന്ന് പറയാം. പിന്നെ നായിക സൂപ്പറായിരുന്നു, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ദിലീപേട്ടൻ കരയിച്ചോ, അതോ ചിരിപ്പിച്ചോ? കരയിപ്പിക്കുകയും ചെയ്തു, ചിരിപ്പിക്കുകയും ചെയ്തു. ചിന്തിപ്പിച്ചോ? ഇഷ്ടപ്പെട്ടോ? നല്ല പടമാണ്. നമുക്ക് ഒരുപാട് നാളുകൾക്ക് ശേഷം നമുക്ക് പഴയ ദിലീപേട്ടൻ തിരിച്ചിട്ടിട്ടുണ്ട്. കുറേ ചിരിക്കാനൊക്കെ ഉണ്ട്. പിന്നെ സ്റ്റോറി വൈസ് നല്ലതാണ്. പിന്നെ നായിക ഫസ്റ്റ് ആയിട്ട് അഭിനയിക്കുന്നതാണെങ്കിൽ പോലും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നമുക്ക് പണ്ടത്തെ ആ ഒരു രേവതി ചേച്ചീനെ, കിലിക്കത്തിൽ രേവതിനെ പോലെയൊക്കെ തോന്നുന്നു. ഒരു സിനിമ ഇറങ്ങുന്നതിന്റെ മുന്നേ അതന്നെ പറഞ്ഞായിരുന്നു പഴയ ദിലീപേട്ടനെ കാണാനുള്ള രീതിയിൽ. ഫസ്റ്റ് ഹാഫ് ചിരിപ്പിച്ചു, സെക്കൻഡ് ഹാഫ് കരയിപ്പിച്ചു. അടിപൊളിയാണ്. അതെയോ? ഞങ്ങൾക്ക് കൊട്ടുണ്ടോ? കൊട്ടല്ല, നിങ്ങൾ കണ്ടിരിക്കണ്ടോ? എങ്ങനെ ദിലീപേട്ടൻ കരയിച്ചോ അതോ ചിരിപ്പിച്ചോ? ഒത്തിരി കരയിപ്പിച്ചു, സങ്കടപ്പെടുത്തും. ശരിക്കും നിങ്ങൾ മീഡിയക്കാർ കണ്ടിരിക്കണ്ട, നിങ്ങളാണ് ആദ്യം കണ്ടത്. ഈ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് പഴയൊരു ദിലീപിനെ കാണാനുള്ള രീതിയിലാണ്. ദിലീപിന്റെ ആ പഴയൊരു മാനസങ്ങള് കാര്യങ്ങളൊക്കെ അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാം കിട്ടിയാണ്. ക്ലൈമാക്സിലൊക്കെ നല്ലതാണ്. ഞാൻ പറഞ്ഞത് നിങ്ങളെ കണ്ട ശരിക്കും പടം, നിങ്ങൾ മീഡിയക്കാരെല്ലാവരും ഇത് കാണേണ്ട പടം. നല്ല പടമായിരുന്നു. പടം ഇറങ്ങുന്നതിന് മുന്നേ പ്രൊമോഷനിൽ പറയുന്നത് പഴയ ദിലീപിനെ കാണാൻ പറ്റുന്നത് അങ്ങനെ ഏകദേശം. ഫസ്റ്റ് ഹാഫ് ഭയങ്കര കോമഡിയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു ഹ്യൂമറും മാനർസങ്ങളൊക്കെ വന്നിട്ടുണ്ടോ? നല്ലതാണോ? ദിലീപേട്ടൻ കരയിച്ചോ അതോ ചിരിപ്പിച്ചോ? രണ്ടും. ചിന്തിപ്പിച്ചോ? ചിരിപ്പിക്കുകയും ചെയ്യും, കരിപ്പിക്കുകയും ചെയ്യും. ചിന്തിപ്പിച്ചോ? ചിന്തിക്കാനുണ്ട്. ദിലീപേട്ടൻ പടം ഇറങ്ങുന്നതിന് മുന്നേ പഴയൊരു ദിലീപേട്ടനെ കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു മാനസങ്ങള് കാര്യങ്ങളൊക്കെ കിട്ടിയോ? ഇമോഷൻസ് ഒക്കെ നന്നായിട്ട് വർക്ക് ആയിട്ടുണ്ട്. നല്ല മൂവിയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കണ്ട മൂവിയാണ്. ഈ വെക്കേഷൻ ടൈമിൽ എല്ലാവർക്കും, കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് മൂവിയാണ്. ദിലീപേട്ടൻ ചിരിപ്പിച്ചോ കരയിപ്പിച്ചോ? രണ്ടും ഉണ്ടായി. ചിരിപ്പിക്കുകയും ചെയ്തു, അതേപോലെ തന്നെ കരയിപ്പിക്കുകയും ചെയ്തു. ചിന്തിപ്പിച്ചോ? ചിന്തിപ്പിക്കുന്നുണ്ട്. വളരെ നല്ല മെസ്സേജ് ഉണ്ട് ഈ മൂവിയിൽ. അടിപൊളിയാണ്. വളരെ നൈസാണ്. ദിലീപ് കംബാക്ക് എന്ന് പറയാം. പിന്നെ യൂട്യൂബ് ചാനലുകാർ മെയിനായിട്ട് കാണും. ഇനിയിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യൂസും എല്ലാം കൊട്ടു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ജനറേഷൻ പിള്ളേർ സ്വഭാവം കാണിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഗേൾസും എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ദിലീപേട്ടൻ്റെ പെർഫോമൻസും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നടി സൂപ്പറാക്കിയിട്ടുണ്ട്. എല്ലാവരും കാണും. കോമഡിയൊക്കെ സെക്കൻഡ് ഹാഫാണ് അടിപൊളി. ഫസ്റ്റ് ഹാഫ് സ്ലോ മോഷനാണ്, ഫാമിലി ആയിട്ട്. സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു. ദിലീപേട്ടൻ്റെ കംബാക്ക് ഇഷ്ടപ്പെട്ടോ? കോമഡി കോമഡിയാണോ കരയിക്കണോ ദിലീപേട്ടൻ ചെയ്തത്? ഇമോഷണൽ ഫസ്റ്റ് കോമഡി ആയിരുന്നു. ലാസ്റ്റ് ഇച്ചിരി ഇമോഷണൽ ആണ്. അത് സോഷ്യൽ മീഡിയ മെസ്സേജ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അത് സോഷ്യൽ മെസ്സേജ് ഒക്കെ അതൊക്കെ ഞങ്ങൾ കണ്ടല്ലേ. എങ്ങനെ ഫീൽ ഗുഡ് മൂവിയാണ്? ഫീൽ ഗുഡ് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഫാമിലി പ്രഷർ പറ്റുന്ന പടമാണ്.